എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ഡയറ്റിൻ്റെ മറ്റൊരു പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസാമിലെ ഗുവാഹട്ടി നഗരത്തിലെ നിലാചൽ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മാ കാമാഖ്യ ദേവി ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ ഇപ്പോൾ ഇന്ന് എൻ്റെ ഗുരുനാഥനായ കലാമണ്ഡലം പ്രഭാകരൻ മാഷുണ്ട്, ഒപ്പം പ്രവീൺ ചേട്ടനുണ്ട്, രഞ്ജിത്ത് ചേട്ടനുണ്ട്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പറന്ന് ഹൈദരാബാദിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഗുവാഹട്ടി എത്തി. കൊച്ചിയിൽ നിന്ന് ഗുവാഹട്ടിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല, അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വഴി മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അങ്ങനെ ആസാമിലെ ഗുവാഹട്ടിയിൽ നിന്ന് ഞങ്ങൾ നിലാചൽ കുന്നിനെ ലക്ഷ്യമായി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവസി സാറാണ് വണ്ടി ഓടിക്കുന്നത്, ദേവസി സാറിൻ്റെ കാറാണ്. അദ്ദേഹം കേരള സമാജത്തിൻ്റെ ആസാം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ ഈ കാമാഖ്യ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയവും നിഗൂഢവുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാമാഖ്യയെ ശക്തിപീഠമായിട്ടാണ് ആദരിക്കുന്നത്. ദേവിയുടെ പ്രത്യുൽപാദന അവയവത്തെ വസിക്കുന്ന ഒരു പുണ്യസ്ഥലമാണിത്. ഇത് ഫലഭൂയിഷ്ഠതയെയും പ്രാഥമിക സ്ത്രീശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. കാമാഖ്യ ദേവിയുടെ വാർഷിക ആർത്തവ ചക്രത്തെ ആദരിക്കുന്നതിനായി നടത്തുന്ന ഉത്സവമായ അംബുബാജി മേളയുടെ അനുഗ്രഹം തേടാൻ ആയിരക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും ഇവിടെ ഒത്തുകൂടുന്നു. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ, ആചാരങ്ങൾ, അതുല്യമായ അന്തരീക്ഷം എന്നിവ ഭക്തർക്കും ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാക്കി ഇവിടത്തെ മാറ്റുന്നു. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലെത്തി. നവരാത്രി ദിവസമായതിനാൽ അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പകരം വണ്ടിയുടെ കീ അവിടെ കൊടുക്കാം, അവർ തന്നെ സൗകര്യം അനുസരിച്ച് ഇത് പാർക്ക് ചെയ്തോളും. അങ്ങനെ ഞങ്ങൾ 5 പേരും ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസി സാർ മുമ്പിലും ഞങ്ങൾ പുറകിലുമായിട്ടാണ് നടക്കുന്നത്. ഇനി ഈ ക്ഷേത്രത്തെക്കുറിച്ചൊരു കഥയുണ്ട് കേട്ടോ. ശിവന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ശിവന്റെ ഭാര്യയായ സതി തൻ്റെ പിതാവ് നടത്തിയ യജ്ഞത്തിൽ പങ്കെടുത്തപ്പോൾ ശിവനെ അനാദരിച്ചുകൊണ്ടുള്ള അവളുടെ പിതാവിൻ്റെ പരുഷമായ വാക്കുകൾ അവളെ കഠാരകൾ പോലെ കുത്തി. അങ്ങനെ സതീദേവി യാഗാഗ്നിയിലേക്ക് ചാടി. തൻ്റെ പ്രിയതമയുടെ സ്വയം തീയിൽ അവശേഷിച്ചതെല്ലാം ശിവൻ വഹിച്ചുകൊണ്ട് ദുഃഖത്തോടെ പ്രപഞ്ചത്തിൽ ചുറ്റി നടന്ന് രുദ്രതാണ്ഡവം നടത്തി. പ്രപഞ്ച സന്തുലിതാവസ്ഥയിലെ ആ അസന്തുലിതാവസ്ഥ ഭയന്ന് ഭഗവാൻ വിഷ്ണു സതിയുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി. അവരുടെ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങൾ, ഊർജ്ജകേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടു. അങ്ങനെ സതിയുടെ യോനീഭാഗം വീണ സ്ഥലമാണ് മാ കാമാഖ്യ ക്ഷേത്രം. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശത്തും നിരവധി പൂക്കടകളും അതുപോലെ നിരവധി ഷോപ്പുകളുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലൂടെയാണ് കേട്ടോ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. അംബുബാജി ഉത്സവകാലത്ത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള യോനിയാകൃതിയിലുള്ള കല്ലുകൾക്ക് മുകളിലൂടെ നിരന്തരം ഒഴുകുന്നതും ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമായ ഒരു സ്വാഭാവിക നീരുറവ 3 ദിവസത്തേക്ക് ചുവന്ന നിറമായി മാറുന്നു. വർഷത്തിലെ ഈ 3 ദിവസങ്ങൾ ദേവിയുടെ രക്തം വാർന്നൊഴുകുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടോ. നീലാചല ശൈലിയിലാണ് പ്രധാന ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തേനീച്ചക്കൂടിനോട് സാമ്യമുള്ള ഒരു താഴികക്കുടം, നിരവധി സ്തൂപങ്ങൾ കൊണ്ട് കിരീടമണിഞ്ഞിരിക്കുന്നു. മധ്യഭാഗത്തെ ശ്രീകോവിലിൽ യോനി അഥവാ സ്ത്രീ ജനനേന്ദ്രിയത്തോട് സാമ്യമുള്ള ഒരു പ്രകൃതിദത്ത ശിലാരൂപമുണ്ട്. ഇത് കാമാഖ്യ ദേവിയുടെ ഊർജത്തെ പ്രതീകപ്പെടുത്തുന്നു. പ്രധാന കവാടത്തിലൂടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലോഹത്തിൽ നിർമ്മിച്ച 2 സിംഹങ്ങളുടെ ശില്പങ്ങളെ നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്തായി തന്നെ ആരതി സമർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ ആരതി സമർപ്പിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു ഗോശാല പോലെ കണ്ടു. പക്ഷേ അതല്ല കേട്ടോ സംഭവം. ഈ പോത്തുകളെല്ലാം ഇവിടെ കുരുതി കൊണ്ടുവന്നേക്കാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു വിഷമമായി. അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ഇടവഴികളിലൂടെ നടന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ക്യാമറയ്ക്ക് അനുവാദമില്ല. അപ്പോൾ ക്യാമറ ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പോയിട്ട് തോന്നിട്ട് വരാം. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു സ്ഥലമാണ് കേട്ടോ ബലിപീഠം എന്ന് പറയുന്നത്. ഇവിടെയാണ് മൃഗബലി നടക്കുന്നത്. ഇന്നും മൃഗബലി നടക്കുന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്രം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷെഡിലാണ് കേട്ടോ മൃഗബലി നടക്കുന്നത്. നമുക്ക് മാനസികമായിട്ട് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനതിൻ്റെ വീഡിയോ എടുത്തില്ല ആ ഭാഗത്തേക്ക്, പിന്നീട് അങ്ങ് പോയില്ല. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിൻ്റെ നടക്കിലാണ് ഈ മൃഗബലിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ പോയിട്ടുമില്ല. എനിക്കതൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്തത്.
ഇവിടെ കോഴി, താറാവ്, ആട്, പോത്ത് മുതലായവയാണ് ഇവർ ബലിക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കത്തിയെല്ലാം പൂജിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നോട് ക്ഷമിക്കുക, കാരണം എൻ്റെ ഭക്തി സനാതനപരമാണ്, എനിക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സംഭവം ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ നല്ല പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക്. നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ്. ഞാനിവിടെയൊക്കെ നടന്ന് തൊഴുതു. നമ്മളും ഭക്തരാണ്, പക്ഷേ സനാതന മാർഗത്തിൽ വിശ്വസിക്കുന്ന ഭക്തരാണെന്ന് മാത്രം. ഇതിവിടുത്തെ ക്ഷേത്ര കുളമാണ് കേട്ടോ. ഇവിടെ നല്ല വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, നല്ലൊരു ആംബിയൻസ് ആണ്. എപ്പോഴും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് മഴവില്ലൊക്കെ കാണാം, നല്ല ഭംഗിയുള്ള മഴവില്ലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കാലൊക്കെ കഴുകി ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഞങ്ങളൊന്ന് കുളിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഞങ്ങളങ്ങനെ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. ഞങ്ങൾ വരുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീ മോഹൻലാൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇരുന്ന് പോയി. അപ്പോൾ അത് രഹസ്യമായിട്ടാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മലയാള സമാജത്തിൻ്റെയോ കേരള സമാജത്തിൻ്റെയോ ആൾക്കാരൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിലാണ് ഇതിനെക്കുറിച്ച് പിന്നീട് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങുവാണ്. ഇനി എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയോടുകൂടി. അപ്പോൾ തൊട്ടടുത്തൊരു ചായക്കടയിൽ നിന്ന് ചായയെല്ലാം കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയുടെ മുകളിലോടുള്ള റോപ്പ് വേ റൈഡിലേക്കാണ്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഷോർട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യൂട്യൂബിൽ ഞാൻ കുറച്ച് വലിയ വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.